Hello guys, another day, another night, another vlog. ഇപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞ് ഇപ്പം പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കുറച്ച് ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ കൂട്ടുകാരനെന്തും ഞാൻ വരിക. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് തീർച്ചയായിട്ടും ഈ സാധനം തീർച്ചയായിട്ടും പന്നി നമ്മളൊന്നും കിട്ടില്ല. അപ്പോൾ ആ വർക്ക് വന്നിട്ടാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ വന്നത് കാപ്പി ഷോപ്പിലെത്തി കുറച്ചേരം ചില്ലയാന്ന് വെച്ചു. കുമാർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ പോയിട്ട് 2 ചായ കുടിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു. ലോറിയായിരുന്നു V8-ൻ്റെ സമയം. ഓക്കെ, അത് നോക്കി ബാക്കി സംസാരിക്കാം. ക്വിക്ക് പ്ലാൻ ചേഞ്ച്. പ്ലാൻ എന്ന് പറയാൻ ഒന്നുമില്ലായിരുന്നു. ചായ കുടിച്ച് കഴിഞ്ഞു. മാക്സ് ജസ്റ്റ് പെട്ടെന്നൊരു തോട്ടല്ലടാ സിനിമ കാണാം അല്ലേ? ഏത് സിനിമയാണ്? കൊള്ളാന്ന് തോന്നുന്നത്. ട്രെയിലർ ഉണ്ടപ്പോൾ കൊള്ളാം അല്ലേ? ലുലു മാളിലാണ്. അപ്പോൾ അത് കണ്ടിട്ട് വരാം. പടം അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പറയാം കേട്ടോ. അത് നമ്മൾ കപ്പിളായിട്ട് നടക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. സംസാരിച്ച് പയ്യാണല്ലോ സ്വന്തം ഗൾഫിൽ നടക്കണമെങ്കിൽ എന്താണ് ഇവിടെ എന്തോ പരിപാടി എടുക്കണ്ടേ? ഇവിടെ ഇടയ്ക്ക് ഹോളിക്കൊക്കെ ഇടിക്കുക പരിപാടി ഉണ്ടായിരുന്നു. വെയിലുകൊണ്ട് ചൂടടിക്കല്ലേ? ഏറ്റവും മാള് അഴികട മുമ്പ് 2 വള്ളിയുണ്ട്, 4 വള്ളി ടോൺ. കുറെ കാലം ഏട്ടാ ഇങ്ങോട്ട് കേറിയിട്ട് അപ്പുറത്ത് ചായക്കടയിൽ വരെ പറഞ്ഞല്ലാണ്ട് ഇങ്ങോട്ടൊന്നും കേറിയിട്ടില്ല. എടാ ഇതെന്റെ ടെറർ, പേടി സ്വപ്നം. നേരെ നോക്കൂ, നെസ്കഫേ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ലോറിയൊക്കെ പിടിച്ചിട്ടാണ് പറഞ്ഞത് ഇവിടെ കാണാൻ വേണ്ടിട്ട്. ലുലു മാള് സാംസങ് പോയില്ലേ? ഫ്ലിപ്പ് കൊള്ളണം. എനിക്ക് ഫ്ലിപ്പ് എടുക്കണമെന്നുണ്ട്. എന്റെ ഫോൺ കൊടുത്തിട്ട് ഫ്ലിപ്പ് ഒക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതാ ഡൗൺ ഗ്രേഡ് ആണ്. പക്ഷേ അങ്ങോട്ട് പോവാം. നിനക്ക് അടിപൊളി സാധനം കാണിച്ചുതരാം. ഈ ബ്രാൻഡ് എനിക്ക് ഞാൻ ആകെ ബ്രാൻഡിന്റെ ഒരു സാധനം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഏത്? വാലറ്റ്. അത് ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല. സൂപ്പർ ഡ്രൈ ഇത്രക്കുള്ള സൂപ്പർ ഡ്രൈ 1500 രൂപ. ഇത്രക്കുള്ള കുഞ്ഞു വാലറ്റ് കാർഡ് വയ്ക്കാനുള്ളത്. ഇവിടെ വന്നിട്ട് ഞാൻ ഒരു അടിപൊളി ഷർട്ട് ഉണ്ട്, വൈറ്റ്, നല്ല ടെക്സ്ചർ. ഇതൊക്കെ 10,000 ഷർട്ടിന്റെ വില. അത്രേ ഉള്ളൂ. ഞാൻ അല്ലാണ്ട് ഇന്നലെ നോക്കിയപ്പോ മറ്റേ അർമാണി എക്സ്ചേഞ്ചിന്റെ ഷർട്ട് 6,000 രൂപ ഉണ്ട്. പക്ഷെ എനിക്ക് ഓൺലൈനിൽ നിന്ന് എടുക്കാൻ പറ്റിയ ഒരു ഡൗട്ട്. ഇതാണ് കട. സൂപ്പർ ഡ്രൈ കോപ്പിയാണോ വിൽക്കാൻ ചാൻസ് ഉണ്ടോ? പറയാൻ പറ്റൂല. ചാൻസ് കൂടുതലാണ്. അയ്യോ എന്റെ സ്പീഡ് ബോർഡ് ഓർമ്മ. ഓ ശരിയാണ്. അങ്ങനെ കൊണ്ടുവരുന്നില്ലേ? ഇതിലുണ്ടായിരുന്നു. എനിക്ക് അറിയുകയും ചെയ്യാം, ഓടിക്കാനറിയാം. എനിക്കറിയില്ല. കയറി നോക്കിയല്ലോ. ആണെന്നുണ്ടോ? വി കൻ നോട്ട് അഫോർഡ് ദാറ്റ്. അപ്പോൾ സിനിമ 11:30 ആടാ. അപ്പോൾ സിനിമ 11:30 എന്താ 11:30 ചുമ്മയിൽ കറങ്ങി നടക്കട്ടെ. ഇന്നലെ കാണണേ കാണിച്ചു തരാം. ഈ പൊട്ടം കുറെ സാധനം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അയ്യോ ദുബായിൽ ലുലു മാളില്ല. അയ്യോ ഇല്ല. നമുക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കാണിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ 11 മണിക്കാണ് പടം ഉള്ളത്. അത്ര നേരം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ വന്നു. ഏതൊന്നും പറയില്ല. അതൊന്നുമല്ല. ടു ബി ദ റിച്ചസ്റ്റ് ഗൈ. 1 മണിക്കൂറത്തേക്ക് പൈസയൊന്നും സ്പെൻഡ് ചെയ്യില്ല. പ്രിട്ടൻഡ് എന്തിനാ പൈസ? അതെ തന്നെ, പൈസ ഇറക്കണ്ട. സംഭവം പറഞ്ഞാൽ പോയി നോക്കുക. ഓരോ പ്രൈസ് ഒക്കെ നോക്കുന്നത് ഉള്ള ലക്ഷറി ബ്രാൻഡുകളെല്ലാം കയറി നോക്കാം. ഷൂട്ടിങ് സമ്മതിക്കുന്നുണ്ട്. സ്നീക്കിങ് ചെയ്യാൻ വേണ്ടി. ലെറ്റ്സ് ഗോ. സ്നീക്കിൻ കള്ളൻ എന്നൊരു പേര് കൊണ്ട് ഇനി വരാറുള്ളൂ. ഹാലോവീൻ കേട്ടാ. ഹാലോവീൻ എന്തോ അനങ്ങ നീന്തണ്ട. കറക്റ്റ് അച്ഛൻ്റെ കറക്റ്റ് അതുവരെ ഇങ്ങനെ പോടാ. ക്ലാസ് നമുക്ക് നോക്കാം. എടാ നീ ഇത് കണ്ടോ? നീ അവൻ പറഞ്ഞ നിൽക്കണത് അവൻ ഓ ചുമ്മാ അല്ല. അവൻ ചുമ്മല്ല. അവൻ എങ്ങനെ ഇല്ല. പക്ഷേ നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് മാത്രമേ കിട്ടൂ, മനസ്സിലാവുള്ളൂ. എന്നാൽ അവൻ എങ്ങനെ ബോംബർ ജാക്കറ്റ് ഉണ്ട് കേട്ടോ. ഫങ്കി ഷർട്ടല്ലേ. എത്ര ഹൗ മച്ച് ഈസ് ഇറ്റ്? ജസ്റ്റ് 1940 രൂപ. എന്തൊരു നോട്ട് വർത്ത് ഇറ്റ്. പൈസയുടെ പ്രശ്നമല്ല. പൈസ പക്ഷെ ഷർട്ട് അത്ര സുഖമില്ല. വിന്ററാണ് എന്നാലും ബോംബറാണ്. പക്ഷെ കൊള്ളല്ലേ. എത്ര ഇത്? തണുപ്പ് ജസ്റ്റ് 4,300 ഉള്ളൂ.
പാറ്റി വരുമ്പോൾ വെട്ടിത്തച്ച ഓരോ സാധനത്തിന് ഇവനൊക്കെ എന്തോ ചെയ്യാന്ന് ഇത് വേണമെങ്കിൽ നമുക്ക് ഇറക്കാം പൈസ 10,000 ഇറക്കല്ലേ ഒരു ടീഷർട്ടിന്. ഈ ഏരിയറിന്റെ സാധനത്തിന് ഞാൻ 3,300 കൊടുക്കും. അറ്റ്ലീസ്റ്റ് ഓട്ടോ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തത് 10,000 കൊടുക്കാം, പക്ഷെ സാധനം പോരാ. അടിപൊളി സാധനം. ഇത് കൊണ്ട് എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മ ചോദിക്കും. വീഡിയോയിൽ പറയാൻ പറ്റില്ല, അവർ പലതും പറഞ്ഞു മതി. സത്യം അമ്മയല്ലേ ഇത് നമുക്ക് പറ്റിയ കടയിലടാ ഇറങ്ങി. ഞാൻ പറഞ്ഞു ആ പൂൾ ആയോണ്ട് താഴോണ്ടാവും. അയ്യോ നമ്മളെ കണ്ടില്ല. നമുക്ക് പറ്റിയ കടകളാണ്, വായനൊക്കെ പറ്റിയ കടകളാണ്. ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ സൈഡ് ഇത് സൈഡ് ചിക്കന് വാങ്ങി കൊടുക്കാം അല്ലേ? ഇത് സൈഡ് ചിക്കൻ ഇത് പറ്റില്ല. അവളിപ്പോ പാരീസിലല്ലേ, എന്ത് ചെയ്യാൻ അത് പറ്റൂല. നിന്റെ എവിടെ സൈഡ് ചിക്ക് ഇപ്പോ? എന്റെ സൈഡ് ചിക്കൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അല്ല ഓസ്ട്രിയ. ഓസ്ട്രിയ. ഓ മറ്റേ KTM ഒക്കെ ബിൽഡ് ചെയ്യുന്നു. അതെ അതെ. ഓക്കെ ഐ നോ. മാക്സ് ഒന്നും ഉണ്ടല്ലോ, ഇതൊക്കെ പെസൻസ് മറ്റേ NPC ഒക്കെ പോകുന്ന സ്ഥലമല്ലേ? അല്ലടാ ഒട്ടടിക്കണത്. ഇതും സ്റ്റുഡിയോ, ഇതും നോർമൽ ഈ പെസൻസ് പോകുന്ന സ്ഥലം. നിക്ക് ചെരുപ്പ് സ്റ്റിക്കർ അളവ് അളിയൻ സൊള്ളി. നെക്സ്റ്റ് ആപ്പിൾ സ്റ്റോറിലേക്ക് ലെറ്റ്സ് ഗോ. ഏതെടുക്കാൻ എടാ ഇവിടെ എല്ലാം ചീപ്പാടാ. ഇത് 89,000 ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് 1,14,000. അത് ജസ്റ്റ് എയർ. എനിക്ക് എയർ ഒന്നും വേണ്ട, വൈകിട്ടോ പ്രോ സീരീസ് ആണ്. ഇതെത്ര? 244. ഇത് കുഴപ്പമില്ല, ഇത് മതിയാ. ഇത് സിനിമ കാണാൻ മാത്രമല്ലേ ഉള്ളൂ, ബാക്കി വർക്കിനൊക്കെ വേറെ എടുക്കല്ലേ? ഇത് കുഴപ്പമില്ല, ഇത് സിനിമ കാണാനും അത്യാവശ്യം കാണാനൊക്കെ ഉപയോഗിക്കും. കട്ടിംഗ് ബോർഡിന് വേണ്ടി ഉപയോഗിക്കല്ലേ? എന്റെ ഗേൾഫ്രണ്ട് പറഞ്ഞായിരുന്നു. ഇത് നല്ല സ്ലീക്ക്. ഇവിടെ ആകുമ്പോൾ മറ്റേ വെജിറ്റബിൾ ഒക്കെ വെച്ച് കട്ട് ചെയ്തതിനും കുഴപ്പമില്ല. മജ്ജുണ്ട്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും സംഭവിക്കില്ല. 2,44,000 ഉള്ളി. നമ്മളെ AMXന്റെ ബ്ലാക്ക് കാർഡ് എടുത്താൽ പോരാടാ. അമേരിക്കൻ എക്സ്പ്രസ് അതുണ്ടോ? വേഗം എടുക്കുക. എന്താ ടൈം ഈസ് മണി ബ്രോ. ഹെൽമെറ്റ് താഴെ പൊട്ടിയാ പോയി. SBI ഫെഡറൽ ആധാർ ലൈസൻസ് ഒന്നും ബാക്ക് ടു ക്യാരക്ടർ. അത് സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഇത് എടുക്കണം കേട്ടോ. 500 GB ഉള്ളൂ. 500 ഇല്ല, 500 GB പറഞ്ഞിട്ട് 4 ഉള്ളൂ, ബാക്കി 6 ഒഴുകി. സ്കാമടാ. ഇതാണ് മൈ ഗ്രാൻഡ് ഡാഡ് ഹാസ് 5 TB മാക്ബുക്ക് ഉണ്ടാവും. 5 GB വരെ മാക്ബുക്ക് നോക്കണല്ലേ പുതിയ 17 Pro Max സാധനം കൊള്ളാം. പിന്നെ ഇത് എല്ലാവരെയും ഉണ്ടോ ഈ ഓറഞ്ച്? ഞാൻ എടുത്തിട്ട് കൊടുത്താണ്. ഇതോ എന്താടാ ഇഷ്ടപ്പെട്ടില്ല. ഞാനും അറിഞ്ഞായിരുന്നു ഇവിടെ സ്ക്രാച്ച് വീഴും. ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്തു. ഈ ഭാഗമൊക്കെ വെല്ലാവുന്നുണ്ട്, കളർ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൊടുത്തു. ഇഷ്ടപ്പെട്ടു. പക്ഷേ പ്രൈസ് ചീപ്പാളാ. ഞാനൊരു 5 lakhs ചീപ്പർ. പിന്നെ ബ്ലൂ കളർ സൂപ്പറാണ്. എനിക്ക് ഇപ്പോഴും ഇത് പ്രോ മാക്സ്. എനിക്ക് ഇത് ഉപയോഗിച്ചോണ്ട് തോന്നുന്നത് ശോകം സാധനം. ഐ എം നോട്ട് ലൈക്കിംഗ് ദാറ്റ്. എടാ ഇത് മെയിൻലി ബാറ്ററി ഫോക്കസ്ഡ് ആണ്. എത്ര ദിവസം ലാസ്റ്റ് ചെയ്യും മനസ്സിലായി, അതിന് വേണ്ടി. പക്ഷേ ഇത് 1,15,000 bucks ഓൺലി. ഇവിടെ മാല എടുത്തിട്ടത് അങ്ങനെ ഇവിടെ എത്തി. കുറെ കാലം ഇങ്ങോട്ട് വന്നിട്ട് എടേ അവിടെ പാരഗൺ തുടങ്ങി കേട്ടാ. മെക്ഡോണൾസിന് തൊട്ടപ്പുറത്ത് പാരഗൺ തുടങ്ങി. അതിപ്പോഴാണ് സൂപ്പറായിട്ടുണ്ട്. ഒരു ഇറ്റാലിയൻ വൈബ് ഉണ്ടാവും. ചിലപ്പോൾ ടിക്കറ്റ് എടുക്കുള്ള അവരുടെ കേട്ടാ. അതെടുത്തോ, അടുക്കുള്ള എടുത്തോ. പേയ്മെന്റ് അത് ഹാഫ് ക്യാഷ് ഹാഫ് ഇതാണ്. ഇല്ല അപ്പോൾ ഒരെണ്ണം ഒരെണ്ണം നീലവണ് 1200 അത് സെറ്റ് ഇടാം. ദാരിദ്ര്യം ഐ മീൻ NPCs കഴിക്കണ കണ്ടപ്പോൾ കൊതി. ക്ലാസിക് ഓൺ ഇത് 2 ക്ലാസിക് ഓൺ. ക്യാഷ് ഒന്നും നോക്കിയില്ല. എത്രയായി? 82 രൂപ. കാണിയടാ. 80 അല്ലേ വെളുതി. ഇത്ര വിഷമിക്കാതെ സാധനം കിട്ടി. ദക്ഷിണ കൊടുത്തു. തുടങ്ങാം വാ. ലെറ്റ്സ് ഗോ. സോഫ്റ്റ്വെയർ കിട്ടിയ ഓക്കെ. ഇത് 5 രൂപ എക്സ്ട്രാ എന്ന് പറഞ്ഞത് നല്ല തോന്നുന്നു. ഇത് കണ്ടിട്ട് ടു ബാഡ്. സാധനം കഴിച്ചില്ല. സാധനം കുഴപ്പമില്ല. ചെറിയൊരു ആക്ഷൻ കൊള്ളാം. ഫോൺ പക്ഷെ ഒടിഞ്ഞ സാധനം. ദുബായ് ഇത് ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുണ്ടോ? നല്ല ടേസ്റ്റ് വ്യത്യാസം. എന്നാലും തന്നെ നെസ്കഫേ കൊള്ളാം. അതിൻ്റെ നോർമൽ ഫോൺ അടിച്ചാൽ ആപ്പിൾ കൊടുക്കില്ല. എക്സ്ട്രാ 5 രൂപ കൊടുക്കുകയും ചെയ്ത് ബിസ്ക്കറ്റിനാണെങ്കിൽ കട്ടിങ് പറഞ്ഞ് പറ്റിച്ച്. സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ പടം തുടങ്ങട്ടെ. പടം കഴിഞ്ഞിട്ട് കാണാം. പുറകെ പറഞ്ഞു ബൈ. ഓക്കെ അങ്ങനെ ഇതായിരുന്നു. ഐസ്ക്രീം കഴിച്ച് കുറേ സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് അവിടെ ചുമ്മാ കറങ്ങി വന്നതാ. 47 നമുക്ക് കിട്ടിയ 2 ടിക്കറ്റ് എടുത്തു. ഇതാണ് ഇവിടെയുള്ള അവസ്ഥ.
എത്ര പടം തുടങ്ങാൻ എത്ര മിനിറ്റാ? പടം തുടങ്ങി 5 മിനിറ്റ്. ഇത് ബില്യനെയർ ബ്രോ. ബില്യനെയർ. പ്രൈവറ്റ് ഷോ. ഇത് നമുക്ക് രണ്ടുപേർക്കും മാത്രമേ ഉള്ളൂ സംഭവം, മനസ്സിലായ? ഹോൾ തിയേറ്റർ ബ്രോ. നല്ല ഹൈറ്റ് ആയിട്ട് ഏതാണ് എടുക്കാം? സെറ്റ് ഒറ്റ മനുഷ്യരില്ല. ഇനി പടം കാണട്ടെ. ഇനി പടം ഉണ്ടോ തന്നെ അറിഞ്ഞൂടല്ലേ? ആലോചിക്കണത് നമ്മളിത് വല്ല വേറെ വല്ല ഇതിലാണ്, വേറെ ഇല്യൂഷൻ വല്ലതാണ്. റിയാലിറ്റി ആണോ അതിനാലോചിക്കുന്നത് നമ്മൾ അല്ലടാ ഓടി 7 ഇത് തന്നെ ആണ്. പടം തുടങ്ങാൻ 4 മിനിറ്റ് കാണും. നമ്പർ 11, 12 ഓ ഞാൻ ഡെഡ് സെന്റർ. അപ്പൊ ഇതാ വീട് നേർക്ക് പുറത്തുനിന്ന് വേഗം ഇപ്പൊ കണ്ടിട്ട് വരാം. ബൈ. ഓക്കെ, ഫൈനലി പടം കഴിഞ്ഞ് നല്ല പടമായിരുന്നു. ഞാൻ പറഞ്ഞു 4 ഔട്ട് ഓഫ് 10 എന്നൊക്കെ പറഞ്ഞപ്പോ മനസ്സിലായി ഇന്നലെ ഉറങ്ങിയതുകൊണ്ട് ഒരു പ്രശ്നമില്ല, എനിക്ക് സന്തോഷമായിരുന്നു. എന്തായാലും ശരി, അപ്പൊ ആക്കിയിട്ട് ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു. അയ്യോ, ഇനി പടമൊക്കെ നേരെ നമ്മള് ട്രെയിലറൊക്കെ ഇരുന്ന് കാണണം, കേട്ടല്ലേ? ഇവിടെ കൂടെ നമ്മള് കുറെ നേരം കറങ്ങുന്നതാ. എനിക്ക് മനസ്സിലായി, നമ്മള് കുറെ തവണ കറങ്ങുന്ന മുമ്പ് സമയം 1 മണി സംതിങ് ആയി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഫൈനലി ശരി, കാണാം.